അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. ക്ലീൻ ചിറ്റ് നൽകാൻ മുഖ്യമന്ത്രി ആരെന്ന് കോടതി. ക്ലീൻ ചിറ്റ് നൽകാൻ മുഖ്യമന്ത്രി ആരെന്ന് കോടതി. അന്വേഷണം ഇനി നേരിട്ട് നടത്തും. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ADGP MR അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. അന്വേഷണത്തിൽ കൃത്യതയില്ലെന്ന് കോടതി വ്യക്തമാക്കി. കണ്ടെത്തലുകളിൽ വ്യക്തത ഇല്ലാത്തതിനാൽ ഇനിയുള്ള അന്വേഷണം കോടതി നേരിട്ട് നടത്തും. പരാതിക്കാരന്റെയും സാക്ഷികളുടെയും മൊഴി കോടതി നേരിട്ട് സ്വീകരിക്കുമെന്നും പ്രത്യേക ജഡ്ജും അന്വേഷണ കമ്മീഷണറുമായ AM മനോജ് അറിയിച്ചു. വിജിലൻസിന്റെ ക്ലീൻ ചിറ്റിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാദത്തെ അതിരൂക്ഷ ഭാഷയിലാണ് കോടതി വിമർശിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ആരംഭിച്ച അന്വേഷണത്തിൽ ഭരണഘടനാപരമായി ഉന്നതർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പങ്ക് എന്താണെന്ന് കോടതി ചോദിച്ചു. വിജിലൻസ് വകുപ്പിന്റെ അധികാരി മുഖ്യമന്ത്രി ആയിരിക്കാം, അത് ഭരണ നിർവഹണത്തിന് മാത്രമാണ്. എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരാണ്. ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, രാഷ്ട്രീയ ഭരണ നേതൃത്വമല്ല. കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ ഇടപെടാൻ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് എന്താണ് അധികാരമെന്നും കോടതി ചോദിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തെളിയുന്നത്, ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കണ്ടല്ലോ. ദേശാഭിമാനി ഇതെങ്ങനെയാണ് എഴുതിയത് നമുക്ക് നോക്കേ. ദേശാഭിമാനി ഈ വാർത്ത, വിജിലൻസിന്റെ വാർത്ത എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ലോ, കൊടുക്കാതിരിക്കോ? ഏത് പേജിലാണ്? 10-ാം പേജില്, ആരും കാണാതെ 10-ാം പേജില് ഒരു 2 കോളത്തിൽ ദേശാഭിമാനിയിലുണ്ട്. MR അജിത് കുമാറിനെതിരായ കേസ് അന്വേഷണ റിപ്പോർട്ട് തള്ളി, അത്രേ പറയുന്നുള്ളൂ. അതിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിലുണ്ടോ നോക്കട്ടോ. ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക വിജിലൻസ് കോടതി തള്ളി. വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി നേരിട്ട് അന്വേഷിക്കുമെന്നും ജഡ്ജി M മനോജ് ഉത്തരവിൽ പറഞ്ഞു. അന്വേഷണത്തിൽ വിജിലൻസ് മാനുവൽ പാലിച്ചില്ലെന്നും പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഹർജി നൽകിയ നെയ്യാറ്റിൻകര നാഗരാജിൽ നിന്ന് 30-ന് കോടതി നേരിട്ട് മൊഴിയെടുക്കും. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് PV അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്. അജിത് കുമാറിനും ഭാര്യ സഹോദരനും കവടിയാറിൽ ഭൂമി വാങ്ങി വീട് പണിയുന്നത് അനധികൃത സ്വത്ത് കൊണ്ടാണ് എന്നായിരുന്നു പരാതി. ഈ കേസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഇത്രയേ ഉള്ളൂ. ഈ കോടതി വിധിയുടെ ഏറ്റവും കാതലായ ഭാഗമാണ്. കോടതി ചോദിക്കുന്നു, കാരണഭൂതത്തോട് താൻ ആരാടോ വിധി പറയാൻ?